ഹലോ ഗൈസ്, നമുക്കിന്നൊരു കാടക്കോഴിമുട്ട റോസ്റ്റ് റെഡി ആക്കിയാലോ? വാ ഗൈസ്. ആദ്യം കാടക്കോഴിമുട്ട ഉപ്പിട്ട് നല്ലോണം വേവിക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് നമുക്കത് ക്ലീൻ ചെയ്ത് വെക്കാം. അല്പം വെളിച്ചെണ്ണയിൽ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടി ലേശം ചേർത്ത് കൊടുത്താൽ ഇത് നമുക്ക് വറക്കാൻ വേണ്ടിയാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ മുട്ടക്കുട്ടന്മാരെ അതിനകത്തേക്ക് നമുക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. നല്ലോണം വറുകണേ, കാരണം ഇതിന് വെള്ളത്തിൻ്റെ അംശം പോവാനും പിന്നെ നല്ല ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മുട്ടക്കുട്ടന്മാർ ഇങ്ങനെ ഇട്ട് വേവിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കി. ഇതിൽ തിന്നാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. കുഞ്ഞു പിള്ളേർക്ക് നമ്മൾ ഇത് കഴിക്കാതിരിക്കുമ്പോൾ അവർക്ക് ഇത് മാറാൻ വേണ്ടി, കുഞ്ഞു കുട്ടികൾക്ക് ഇത് മാറാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക്, പിന്നെ സവാള, തക്കാളി. ഇനി നമ്മുടെ മുട്ടക്കുട്ടന്മാരെ വറുത്ത് കോരി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും നല്ലോണം ഇട്ട് വരട്ടി മൂപ്പിച്ചെടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായ സവാള നമ്മൾ അരിഞ്ഞു വെച്ചത് അതിൻ്റെ പച്ചമണം വാരുന്ന വരെ നല്ലോണം ഇളക്കി നല്ലോണം വരട്ടി കൊടുക്കാം. അതിൽ സ്വല്പം നമ്മൾ നല്ലോണം ഒന്ന് വെളിച്ചെണ്ണ കുറവിൽ തന്നെ നമ്മളിട്ട് വാട്ടണം. എന്നാലേ ആ ഒരു ടേസ്റ്റും ആ ഒരു ഇത് നമുക്കത് കിട്ടത്തുള്ളൂ. നല്ലോണം വഴറ്റി കൊടുക്കാം. നമ്മുടെ തക്കാളി കുട്ടന്മാരെ നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉപ്പ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ. കാരണം ഉപ്പിട്ടാൽ മാത്രമേ നല്ലോണം ഒന്ന് മൊരിയാനും നല്ലോണം ഒരു ടേസ്റ്റ് കിട്ടാനൊക്കെ നല്ലൊരു ഇതാണ് ഉപ്പ്. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പിള്ളേർക്ക് കൊടുക്കാനായതുകൊണ്ട് ഞാൻ അധികം എരിവ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഒരു തൽക്കാലം ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇവയെല്ലാം മിക്സ് ചെയ്ത് നല്ലോണം വഴറ്റി മൂപ്പിച്ചെടുക്കണം. അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ ചെയ്യണത്. വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. നല്ലോണം ഇട്ട് മൂപ്പിച്ചത് നമ്മുടെ മുട്ടക്കുട്ടന്മാർ അതിനകത്തേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഞാൻ ചെയ്തപ്പോൾ എനിക്ക് മറ്റേ കയ്യിൽ ഫോൺ ആയതുകൊണ്ട് മുട്ട പൊട്ടാൻ ചാൻസ് ഉണ്ടായി. കാരണം ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും ഗൈസ്. സോ അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കാൻ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. മസ്റ്റ് ട്രൈ ആണ്, കാരണം സൂപ്പറാണെന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ബൈ ബൈ. താങ്ക് യു.